മാഷേ എന്റെ മാഷേ ഒന്ന് തനിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? എന്തിനാ? എനിക്ക് മാഷോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ആരെങ്കിലും കണ്ടാ വെറുതെ ഇല്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കും. മാഷിന് ബുദ്ധിമുട്ടാവോ? ഇല്ല. ചിലപ്പം ബുദ്ധിമുട്ടായാലോ? പിന്നെ നീ ഒന്നും പറയരുത്. ഇല്ല. അയ്യേ മാഷേ, ആരുമില്ല മാഷേ. ആരുമില്ല മാഷേ. വായിച്ചു നോക്കൂ. മാഘമാസം. ഇതെന്താ കവിത? കവിതയോ? പിന്നെ മാഷെന്താ വിചാരിച്ചേ? ഞാൻ വിചാരിച്ചു പിന്നെ എന്താ വിചാരിക്ക. അല്ല, ഞാൻ ഒന്നും വിചാരിച്ചില്ല. കുട്ടി കവിത എഴുതുവോ? ഞാനിതൊരു പഴയ വീക്കിൽ നിന്ന് പകർത്തിയതാ. മാഷ് എനിക്കിതൊന്ന് ട്യൂൺ ചെയ്ത് തരുമോ? നവസാക്ഷരരുടെ സംഗമത്തിന് പാടാനാ. തരൂ മാഷേ. പോട്ടെ. എനിക്ക് വലിയ ഇഷ്ടാ. ഇത്തവണ നാളികേരം വളരെ കുറവാണല്ലോ രാവുണ്ണി. നാളികേരം എണ്ണക്കുരുവായി അംഗീകരിച്ചോണ്ട് ഉള്ളതിന് നല്ല വില കിട്ടും. നടക്കാല്ലപ്പാ യൂണിയൻ ഏതാണെന്നും പറഞ്ഞ് പയ്യെ ഇറങ്ങി വേഗം പോടാ. വേഗം കൊടുത്ത് ഇടാവേ. ഇങ്ങനെ പോയാൽ എവിടെ ചെന്നാ എത്തുക? ഇങ്ങനെ പോയാൽ നേരെ കൊപ്രാവിലേക്ക് ചെന്നെത്തും. അതല്ലടോ പറഞ്ഞത്. സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. അല്ല, അവിടുന്ന് കിട്ടി വാടകയോടെ? ഉയ്യോ, ആ കാര്യം ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു. ആ മാഷുമാരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്ന പരിപാടി നടപ്പില്ല. എന്താ പിന്നെ അവർ ഇറക്കി വിട്ടേരെ? അങ്ങനെയത് നമ്മുടെ മോളെ കോളേജിൽ പഠിക്കുന്ന മാഷുമാരല്ലേ. ഒരു വിദ്യ ചെയ്യാം. 3 മാഷുമാരില്ലേ, അവർ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി ഓരോ വിഷയത്തിനും പ്രത്യേകം ട്യൂഷൻ എടുപ്പിക്കാം. അപ്പൊ നമ്മുടെ കാശ് പോരുകയും ചെയ്യും, മോള് പാസ്സാകുകയും ചെയ്യും. രാവുണ്ണി, ഈ ചെറുപ്പക്കാര് മാഷന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി ട്യൂഷൻ എടുപ്പിക്കാന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ മോളെ അങ്ങോട്ട് പറഞ്ഞയച്ചേരെ. നീ വല്ലതും പറഞ്ഞോ? ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം പോലെയുള്ള ശീലമാണ്. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. പെണ്ണുങ്ങളൊക്കെ ഉള്ളതാണ്. കണ്ണ് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. വരനെ ആവശ്യമുണ്ട്. സുന്ദരിയും സുശീലയുമായ പെൺകുട്ടിക്ക് 18 വയസ്സ് അശ്വതി നക്ഷത്രം. സുന്ദരനും സൽസ്വഭാവിയുമായ വരനെ ആവശ്യമുണ്ട്. ഇത് നമ്മുടെ ഭരതൻ പിള്ളയുടെ മോളുടെ കാര്യല്ലേ? ഞാനിത് രാവിലെ തുടങ്ങിയല്ലോ ഉണങ്ങിയ ട്യൂണും വെച്ചിട്ട് ഡൈയൊക്കെ മൂക്കുമലായിരുന്നു. ശരി, ആകെ തെറ്റി. ഈ സംഗീതം എന്നൊക്കെ പറയണത് ഒരു ജന്മവാസനയാ. ആ ലതാ മങ്കേഷ്കറുടെ മോനല്ലേ മൂപ്പര്. നിങ്ങളോടൊക്കെ സംഗീതത്തെ പറ്റി പറയുന്നത് പോത്തിന്റെ ചെവിയിൽ വേദം ഓതണ പോലെയാ. ഞാനും ഇത് കുറെ നാളായി കേക്കണേ. ആരോടോ ഈ പോത്തിന്റെ ചെവിട്ടിൽ വേദോ? ഇത് ഏത് കിഴങ്ങനാ? അപ്പൊ പോത്തോ ആയിരിക്കണോ? ആ, പോത്തും സംഗീതമൊക്കെ അവിടെ നിക്കട്ടെ. ഇതൊന്ന് വായിച്ച്. ഓണത്തിന്റെ ഇടയിലാണോ മാഷേ പൂട്ടുകച്ചവടം? എന്താ ഓണത്തിന്റെ ഇടയിൽ പൂട്ടുകച്ചവടം നടത്താൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല. വിട്ടു തന്നുണ്ടെങ്കിൽ ഓണായാലും വിഷു ആയാലും പെരുന്നാളായാലും ഓക്കെ. അതല്ല മാഷെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മാഷ് വെറുതെ തോക്കിന്റെ ഇടയിൽ കയറി വെടിവെക്കാൻ. ആരാ വെടിവെച്ചേ? രാവിലെ തുടങ്ങി. അതെ, ഈ തോക്കും മറ്റതൊക്കെ എടുത്തൊരു ഭാഗത്ത് മാറ്റി വെക്കി. നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ കഴിയേണ്ടവരല്ലേ? ഏതൊരു കവി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ടാഗോറാണെങ്കിൽ എനിക്കറിയാലോ. ആ ടാഗോർ മൂപ്പർ അമ്മോനാണല്ലോ. കവി എന്താ പറഞ്ഞേ? ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമ്യം കിടക്കാന്ന്. ഒരുമുള്ള ആരെങ്കിലും ഒലക്കപ്പുറത്ത് കിടക്കുന്ന മാഷ് കണ്ടിട്ടുണ്ടോ? പറഞ്ഞു കൊടുക്കി. നിങ്ങളാണ് ഉദാഹരണം പറഞ്ഞത്. ഒരുമുള്ള എങ്ങനെ മാഷ ഒലക്കപ്പുറത്ത് കിടക്കുക? ഒലക്ക് വീതി ഉണ്ടെങ്കിൽ കിടന്നു. വീതിയുള്ള ഒലക്കല്ല, കിടക്ക. കുറെ കാലം ഈ തൊഴിൽ ഉദാഹരണം കൊണ്ട് കിടക്കണേ. ഞങ്ങൾക്ക് മസൂരി തീരാന്ന് പറയട്ടാ. ഗണപതി മാസം ഞങ്ങളെ യുക്തി പോലെ എന്തെങ്കിലും. അല്ല രാവുണ്ണിയോ? അല്ല, മറ്റവർ രണ്ടുപേരും എന്ത് ചെയ്യും? അവര് പിന്നെ നല്ല സുഖമില്ല, കിടപ്പാ. എന്താ സുഖം? വസൂരിയ കൂടിയ സൈസാ. അയ്യോ, അപ്പൊ ഞാൻ വന്ന കാര്യം നടക്കില്ലല്ലോ. അത് പിന്നെ വാടകയുടെ കാര്യമല്ല, അതങ്ങോട്ട് എത്തിക്കാം. അതല്ലേ, ഭരതൻ മുതലാളിയുടെ മകള് കവിതയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാ, ട്യൂഷൻ എടുക്കാൻ. അല്ല രാവിലെ പോകുന്നത് ആര് പറഞ്ഞു?
നിങ്ങൾക്ക് വസൂരിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു. തന്നെ മാഷെ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? ഞാൻ വാടക വാങ്ങിച്ചാൽ വന്നാന്ന് വിചാരിച്ചു. ഒന്നുമില്ലെങ്കിൽ താനൊരു മാഷല്ലേ, നാല് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളല്ലേ, എന്നിട്ട് ഇങ്ങനെ നുണ പറയാ? ദേ, ഞങ്ങൾക്ക് വസൂരി ഒന്നും ഇല്ല കേട്ടോ, വേണമെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചെന്ന്. ഇനി മുതൽ വാടക വേണ്ടെന്നും പകരം ട്യൂഷൻ എടുത്താൽ മതി എന്നും മുതലാളി പറഞ്ഞു. അയ്യോ ശരി, അപ്പൊ ഞാൻ പോട്ടെ. ദേ, ഒരുമാതിരി മനുഷ്യനെ വടിയാക്കണ പരിപാടി ഉണ്ടല്ലോ. ഈ അവിഞ്ഞ വർത്താനം വേണ്ട. മേലിൽ ആര് വാടക വെച്ച് വന്നാലും ഞങ്ങൾക്ക് വസൂരി എന്ന് തന്നെ പറഞ്ഞേക്ക്. അതെ. പട്ടണ ഞാൻ കൂടെ താമസിച്ചപ്പോ ഞാൻ തീരുമാനിച്ചതാ. നിക്കണോ അവിടെ? മാഷേ, ചായ ചായ കൊള്ളാമോ മാഷേ? കൊള്ളാം മാഷെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട മാഷേ. ഞാൻ പോട്ടെ. പൊക്കോളൂട്ടോ. കണ്ണു വേണോന്ന് മുതലാളി പറഞ്ഞത് വെറുതെ അല്ല. മാഷ് മാഷ് വന്നിട്ട് കുറഞ്ഞേരായോ? ഏയ് ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നാ നമുക്ക് മുറിയിലേക്ക് പോവാം. ഓ, ഏത് ഭാഗത്തായിട്ടായിരിക്കും മുറി? ദാ അവിടെ. അവിടെയാ? നടന്നോളൂ നടന്നോളൂ. നടന്നോളൂ. ശല്യൊന്നും ഉണ്ടാവില്ല അവിടെ? എവിടെയാ? ദാ ഇവിടെ. ഓ ഓ. തുടങ്ങാം. മാഷ് പൂച്ച കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ കൈ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്താണെന്ന് അറിയില്ല. മാഷ് ഡ്രിങ്ക്സ് കഴിക്കൂ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, തലേദിവസം രാത്രി മദ്യപിച്ച് കിടക്കുന്നവർക്കേ പിറ്റേ ദിവസം രാവിലെ കൈ വിറയ്ക്കുന്ന അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യം പറയാലോ കവിത, ഇത് പൂച്ചേനെ കൊന്നിട്ടും ഡ്രിങ്ക്സ് കഴിച്ചിട്ടൊന്നുള്ള പറയല്ല. ഒറ്റയ്ക്കൊരു മുറിയിൽ ഞാനും കുട്ടിയും മാത്രമായപ്പോ എന്റെ അടിത്തട്ടിന്ന് വന്നിട്ടുള്ള ഒരു പറയാ. അയ്യോ മാഷ്. നമുക്ക് എന്തെങ്കിലും കുറച്ച് തുടങ്ങാം. എന്തെങ്കിലും തുടങ്ങാം. എന്താ? അല്ല, ക്ലാസ് തുടങ്ങാന്ന് പറയാ. ആ, തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, പതാനിസ മുഷ്കരനല്ല ഞാൻ. തശീലേ എന്നാ കൂട്ടറത്ത് എഴുതിക്കോളൂ. കൂട്ടറത്ത് എഴുതാൻ നല്ല സുഖാണേ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, മുക്തശീലേ. അല്ല, മുക്തശീല എന്ന് വെച്ചാ? മുക്ത എന്ന് വെച്ചാ നല്ലതെന്ന് അർത്ഥം. ശീല, മുക്തശീല എന്ന് വെച്ചാ ഷർട്ടിന്റെ തുണിയാവാം, അല്ലെങ്കിൽ തുണി തന്നെ. നല്ല തുണി. നല്ല തുണി. അയ്യോ, അയ്യോ, എന്തിനാ കഥ കളിച്ചത്? കുട്ടി പറഞ്ഞോണ്ടാ? ആ, എന്താണ് അവിടെ കിടന്ന് പരിക്കുന്നത്? അകത്ത് ട്യൂഷൻ നടക്കണ്ടേ? അതിനെന്തിനാ ഈ കഥ കടച്ചിട്ടിരിക്കുന്നത്? കണ്ണ് മുതലാളി നല്ല പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഒരു കണ്ണ് വേണോന്ന് മുതലാളിയല്ലേ എന്നോട് പറഞ്ഞത്. പൊട്ടി, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ട്യൂഷൻ കൊടുക്കുമ്പോൾ നിന്നോട് കഥ കിടക്കാൻ ആരാണ് പറഞ്ഞത്? ഇവിടെ നിന്നെ വിശ്വസിച്ച് എങ്ങനെ പുറത്തു പോണത്? നിന്നെ കാര്യസ്ഥനാക്കി എന്നെ വേണം അടിക്കാൻ. പട്ടി, തെണ്ടി, എരപ്പേ. ഈ പറഞ്ഞ തെറിയുടെ ഉടമസ്ഥ മുഴുവൻ താനാ. എന്തേ? നിങ്ങൾ വിഷമിക്കണ്ട, ശമ്പള പരിഷ്കരണത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. ശമ്പള പരിഷ്കരണത്തെ പറ്റി ആലോചിച്ച് താൻ എന്നെ സോപ്പിടണ്ട. മാഷ് ഞങ്ങൾക്ക് തരാനുള്ള കാശ് തന്നാ മതി. മാഷേന്ന് വിളിച്ചെന്നാവുകൊണ്ട് എന്നെ കൊണ്ട് മറ്റത് വിളിപ്പിക്കാം. മാസം ഒന്നായി കദീസ് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ കേസ് കൊടുത്തിട്ട് ഇന്ന് വരെ തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. ഏത് കജീഷു? എന്റെ ആദ്യത്തെ കിട്ടുമോ? അതുപോലെ ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരാളുടെ ചെലവിനെ കിട്ടുന്ന ഇല്ല. എന്റെ ഇയാളോട് ആരാ പറഞ്ഞ 2-3 കെട്ടാൻ? ഞാനും പറഞ്ഞത് ഇയാളെന്തിനാ പെണ്ണേട്ടാ നടക്കുന്നത്? അധ്യാപകർ എന്ന് പറയുന്ന മാതൃക പുരുഷന്മാരാണ്. 5-6 പെണ്ണും കെട്ടി സ്ഥാപനത്തിൽ നടക്കണ്ടാക്കാന്ന് വെച്ചാൽ കുറെ നാളെ ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു. അല്ലേ മാഷ്? മാഷെന്ന് പറയുന്നത് അയാൾക്ക് വേണമെന്ന് വെച്ചാൽ 2-3 കല്യാണം കഴിച്ചോട്ടെ. അത് അയാളുടെ ആരോഗ്യം, അയാളുടെ പേഴ്സണൽ മാറ്റേഴ്സ്. മാഷ്ക്ക് വേണമെന്ന് മാഷും കല്യാണം കഴിച്ചോളൂ. ഞങ്ങൾക്ക് തരാനുള്ള കാശിന്റെ കാര്യം പറയണോ? ക്യാഷ് കൊടുക്കണം മാഷേ. കൊടു. മാഷെ,
ഞാൻ ഇത്രയും കാലം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ എന്തിനാ എന്റെ പ്രശ്നം മറ്റുള്ളവരെ കൂടെ പറഞ്ഞ് വേദനിപ്പിക്കുന്നു? എന്റെ മകന് തൽക്കാലം ഒരു ഓപ്പറേഷൻ വേണം. വെല്ലൂർ ഹോസ്പിറ്റലിൽ കിടക്കുക. ഒരു 10,000 രൂപ എന്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന്റെ ഓപ്പറേഷൻ നടത്തിയാനെ. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇത് വിറ്റ് നിങ്ങൾ പങ്കുവെച്ചോളൂ. നിങ്ങളുടെ ആരെങ്കിലും നടക്കട്ടെ. എന്നാ വേണ്ട മാഷേ, ഞങ്ങൾക്കും മനസാക്ഷി എന്ന് പറഞ്ഞൊന്നില്ലേ? എന്നാ പക്ഷെ ഐ ഒരാവേശത്തിന് ഒന്നങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് എന്താ മാഷേ ഇത്? മോശേ, ഞാനൊരു ഇസ്ലാമാണ്. ശവത്ത് കുത്താന്ന് മനസ്സിലാക്കരുത്. നിങ്ങളെ ചെയിനും കൂട്ടടിക്ക്. വല്ലാഹി ഇയാൾക്കൊരു മോനുമില്ല, ഉണ്ടെങ്കിൽ തന്നെ ഓനക്ക് ഇങ്ങനെ ഒരു രോഗമില്ല. പിന്നെ ഈ സ്ഥാപനത്തിന്റെ മഹത്വം കേൾക്കണമെങ്കിൽ ഇതൊരു കള്ളുഷാപ്പായിനി. കഴിഞ്ഞ ലേലത്ത് കിട്ടാതായപ്പോ ഇയാൾ ഈ ഷെഡ് ട്യൂട്ടോറിയൽ കോളേജാക്കി മാറ്റിയതാണ്. നമ്മളൊക്കെ അധ്യാപകരല്ലേ, നമ്മളൊക്കെ കുടുങ്ങിയില്ലേ? ഇപ്പൊ ഇതിന്റെ ഷെയർ വേണമെങ്കിൽ വേണോ? എനിക്ക് വേണം. എന്നാ നടക്കി ഷാപ്പുടമേ, പോയിട്ട് വരാട്ടാ. കാണാം. നിങ്ങളല്ലാതെ ആരെങ്കിലും ചെയിനൂരി കൊടുക്കോ സാറേ? ഏടോ, മാളിയക്കൽ അവറാച്ചന്റെ മകൻ കുഞ്ഞിക്കോര എമ്മയാണ് ഞാൻ. എനിക്കറിയാമോ? അവരിപ്പൊ കൊണ്ടുപോയ സാധനം കഴിഞ്ഞ ഭരണങ്കാലം പള്ളിപ്പെരുന്നാളിന് വാങ്ങിയതാ. അതിന്റെ വില എത്രയാണെന്ന് എനിക്കറിയാമോ? 3 രൂപ 50 പൈസ.